എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജോർജിയ അസർബൈജാൻ ബോർഡറിൽ വെച്ചിട്ട് തുർക്കിയുടെ ഒരു സൈനിക വിമാനം തകർന്നു വീണിരുന്നു. അതായത് C-130 എന്ന് പറയുന്ന വിമാനത്തിൽ ഏകദേശം 20ഓളം സൈനികരുണ്ടായിരുന്നുവെന്നും അതിൽ നിറയെ അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങളായിരുന്നുവെന്നും ഇത് പോകേണ്ടിയിരുന്നത് പാകിസ്ഥാനിലോട്ട് ആയിരുന്നു എന്നുള്ള ഒരു തിയറി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലോകരാജ്യങ്ങളെ ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ടും ചെയ്തിരുന്നു. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇത് പാകിസ്ഥാനിലോട്ട് പോകേണ്ടിയിരുന്ന ഒരു വിമാനമാണെന്ന് അവർ പറയുന്നത്? അതായത് ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടന്നല്ലോ. ഈ ബ്ലാസ്റ്റിന് ശേഷം പാകിസ്ഥാൻ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ ഇന്ത്യ തുടങ്ങുമെന്നുള്ള ഒരു സൂചന പാകിസ്ഥാൻ ലഭിച്ചു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നേരത്തെ അവസാനിപ്പിച്ച സമയത്ത് ഇന്ത്യ എന്താ പറഞ്ഞത്, നമ്മളിത് അവസാനിപ്പിച്ചില്ല, ഇത് ടെമ്പററി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും ഇത് റിസീവ് ചെയ്യുമെന്നും ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ, അതായത് പാകിസ്ഥാൻ സ്പോൺസർഡ് ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ദൂർ 2 നമ്മൾ ആരംഭിക്കുമെന്നുള്ള ക്ലിയർ മെസ്സേജ് ഇന്ത്യ എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പാകിസ്ഥാൻ കണക്ഷൻ ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാനിലെ ജയ്ഷയുടെയും മറ്റേ ലഷ്കറിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ വ്യക്തമായ ക്ലിയർ എവിഡൻസ് ഇന്ത്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2 തുടങ്ങുമെന്നുള്ള സൂചന പാകിസ്ഥാനിലെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതും ചൈന, അമേരിക്ക, തുർക്കി പോലുള്ള രാജ്യങ്ങളോട് ആയുധങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ആയുധങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഫസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്തത് അമേരിക്കയും ചൈനയും തുർക്കിയുമായിരുന്നു. നമുക്കറിയാം തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് ഫുൾ ഡ്രോൺ സപ്ലൈ ചെയ്തത് പാകിസ്ഥാന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള വേറൊരു സത്യം. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ടർക്കിഷ് വിമാനം തകർന്നത്, അത് C-130 എന്ന് പറയുന്ന അമേരിക്കയുടെ ലോക്കീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച വിമാനം. അതായത് ഹൈലി എഫിഷ്യൻറ്റും ഹൈ പെർഫോമൻസും ഉള്ളൊരു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്, അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയാണ് ലോക്കീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ കമ്പനി കൊടുക്കുന്നൊരു വിമാനം അതായത് ഹൈ സെക്യൂരിറ്റിയാണ്. അത് ചിലപ്പോൾ ഈ സ്റ്റെൽത്ത് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് C-130 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് റഡാറിന് പോലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു ഒബ്ജക്ട് ഡിറ്റക്ഷൻ പോലും റഡാറിന് പോലും കിട്ടില്ല, റഡാറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള എന്തൊക്കെയോ ഫീച്ചേഴ്സിലൊരു വിമാനമാണ് ഈ C-130 എന്ന് പറയുന്നത്. അത് പൊടുന്നനെ ഇവിടെ നീ അസർബൈജാൻ ജോർജിയ ബോർഡറിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 1000 മീറ്റർ, 2000 മീറ്റർ ഉയരത്തിൽ പോകുന്ന ആ സമയത്ത് തന്നെ അത് അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി അത് ഒരുപാട് സമയം എയറിൽ കറങ്ങിക്കൊണ്ട് എന്തെങ്കിലും ഗ്രാവിറ്റി ഇതുണ്ടാവില്ലേ, നമ്മൾ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാരമുള്ളൊരു വസ്തു താഴേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് വീഴും. പ്രത്യേകിച്ച് ഒരു 1000 അടി മുകളിലൊക്കെയാണ് പെട്ടെന്ന് താഴെ വീഴും. അപ്പോൾ ഇതിങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ കറങ്ങി ഒരുപാട് നേരം എയറിൽ കറങ്ങിയിട്ട് ഇത് ഫുള്ള് കത്തി അമർന്നതിന് ശേഷം, എയറിൽ വെച്ച് തന്നെ കത്തി അമർന്നതിന് ശേഷമാണ്, ഏകദേശം 80% കത്തി അമർന്നതിന് ശേഷമാണ് ഭൂമിയിൽ പതിക്കുന്നത്. അത് ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അതായത് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നില്ല അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു വെച്ചാൽ ഇന്ത്യ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ തുർക്കിയെ ടാർഗറ്റ് ചെയ്തതാണ്. ഈ എർദോഗൻ ഈ തുർക്കി പ്രസിഡന്റ് ആയ സമയത്ത് തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ, ഇസ്ലാമിക ജിഹാദ് വളർത്താൻ വേണ്ടി എർദോഗനൊക്കെ വലിയ രീതിയിൽ ഫണ്ട് കൊടുത്തിരുന്നു ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്കൊക്കെ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യ ഓങ്ങി വെച്ചതാണ് തുർക്കിക്ക്. അതായത് ഒരു അവസരം കിട്ടാൻ വേണ്ടി ആ ഡ്രോണുകളൊക്കെ കൊടുത്തില്ലേ, അന്ന് തന്നെ നോട്ടമിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉടൻ തുടങ്ങുമെന്നും പാകിസ്ഥാൻ അതുകൊണ്ട് ആയുധങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എങ്ങനെ ഇന്ത്യക്ക് വിവരം കിട്ടി? അപ്പോൾ നമുക്കറിയാം ഈ അസർബൈജാനും അർമേനിയും നമ്മൾ യുദ്ധം നടന്നിരുന്നു. യുദ്ധം സ്റ്റാൻഡ് ഓഫ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാകുന്ന മാതിരി. അപ്പോൾ ആ സമയത്ത് ഈ അസർബൈജാൻ ഉപയോഗിച്ചിരുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും തുർക്കിയുടെയൊക്കെ വെപ്പൺസാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ത്യയാണ് അർമേനിയയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ അർമേനിയക്ക് ആയുധം സപ്ലൈ ചെയ്തപ്പോൾ ഒരുപാട് മെയ്ക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഇന്ത്യ കൊടുത്തിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ വലിയൊരു ടീം, ഈ സൈനിക തലത്തിലുള്ള ആൾക്കാരും എയർഫോഴ്സ്, നേവി, അങ്ങനെയുള്ള പല ആൾക്കാരും അർമേനിയയിൽ ചെന്നിട്ട് അർമേനിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യൻ ആർമിയുടെ, നേവിയുടെ, എയർഫോഴ്സിൻ്റെ കുറേ ആൾക്കാർ, ഒരു വലിയൊരു വിങ് അർമേനിയയിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ ഇവർ അർമേനിയൻ സൈനികരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ രീതിയിലെ സന്നാഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് പൊടുന്നനെ ഇങ്ങനെ ന്യൂസ് ചോർന്നു വരുന്നത്. അതായത് ഇവിടെ ആയുധങ്ങളുമായിട്ട്, അമേരിക്കൻ മെയ്ഡ് വെപ്പൺസുമായിട്ട് വലിയൊരു മിലിറ്ററി പ്ലെയിൻ നേരെ പാകിസ്ഥാനിലോട്ട് പോകുന്നുള്ളൊരു വാർത്ത കിട്ടുന്നു. അത് അവിടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ച് കളയുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലും അർമേനിയ ആ ഒരു വിങ്ങിന് സൈപ്രസും ഗ്രീസും ഒക്കെ ഇന്ത്യയുടെ ഭാഗത്താണ്. ഇന്ത്യ അവർക്ക് ആയുധം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഡിപ്ലോമാറ്റിക് ലെവലിൽ വലിയ ഡീലുകൾ നടത്തുന്ന രാജ്യങ്ങളാണ് സൈപ്രസ്, ഗ്രീസ്, ഈ അർമേനിയ
ഖമേനിയൊക്കെ. അപ്പോൾ ഇവരുടെ പക്കൽ നിന്നുള്ള പല പല ഡാറ്റകളും വെച്ചിട്ട് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. മൊസാദിന് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അതായത് പാകിസ്ഥാനോട്ട് പോകുന്നൊരു സാധനമാണെന്ന്. അപ്പോൾ അർമേനിയയിൽ വെച്ചിട്ട് ഇന്ത്യൻ സൈനികർ തന്നെയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ലേസർ ടെക്നോളജിയുള്ള ഈ ലേസർ ഡോം പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വിമാനം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിച്ച് കളഞ്ഞ്, അതായത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന മുന്നേ തന്നെ മാക്സിമം അത് കത്തിച്ച് വിട്ടിട്ടാണ് അത് ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തിച്ചത്. അപ്പോൾ ഇവർ ഈ തുർക്കി തന്നെ പല പല തെളിവുകളും ഇപ്പം അമേരിക്കക്ക് പോലും കൈമാറിയിട്ടുണ്ട്. അതായത് അമേരിക്ക പോലും അത്ഭുതപ്പെടാനും കാരണം എന്താ പറയുക, അതായത് അവർ തന്നെ വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു വെപ്പണാണ്, വിമാനമാണ് C-130 എന്ന് പറയുന്ന സാധനം. അപ്പോൾ നേരത്തെ പറഞ്ഞു ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. അപ്പോൾ അവർ ഹൈ അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് വെച്ചാൽ ഹൈ ആണ്. അതായത് ഇതുവരെ ഒരു വാറിലും ഇതിന് ഒരു പോറിൽ പോലും ഏൽക്കാത്ത ഒരു വിമാനമാണ് ഈ C-130 സീരീസിലുള്ള വിമാനങ്ങൾ. അപ്പോൾ എങ്ങനെ ഇത് വേദിച്ചു, അതായത് റഡാറിൽ പോലും കാണാത്ത തരത്തിൽ ആണ് അതിൻ്റെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ലേസറൊക്കെ ഉപയോഗിച്ച് അടിച്ച് തകർത്തു. അതായത് ലേസറൊക്കെ വരുമ്പം തന്നെ അതിന് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ മോഷനൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള സാധനമാണ് ഈ C-130 എന്ന് പറഞ്ഞ ഫൈറ്റർ. അപ്പോൾ അതിനെയും മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്, ആ ലേസർ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് തകർത്ത് കളയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അത് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലേസർ അറ്റാക്ക് ആണെന്നില്ലേ. ലേസർ അറ്റാക്ക് ആണെന്ന് വെച്ചാൽ അതായത് കറക്റ്റ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ലേസർ അറ്റാക്ക് തന്നെ ലേസറിൻ്റെ പല പല വേരിയൻസ് ഉണ്ട്, ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേരിയൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷേ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ലേസർ അറ്റാക്ക് ആണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സത്യമാണെങ്കിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം തന്നെയാണ് ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ വലിയ ഒരു ഹൈ പ്രൊഫൈൽ ഇതായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്. അതായത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ വലിയ രീതിയിൽ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തു. അതായത് ചില ആയുധങ്ങൾക്കൊക്കെ 100% ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്, ചിലതിന് 95+ ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. നേരെ മറിച്ച് മറ്റുള്ള പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, അമേരിക്കയുടെയും തുർക്കിയുടെയും ചൈനയുടെയൊക്കെ ആയുധങ്ങൾ, അതൊക്കെ വെറും കളിക്കോപ്പുകളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഇന്ത്യൻ ആയുധങ്ങൾ വെച്ച് കാണിച്ചു കൊടുത്തു. ഒരു കാര്യം പറയാം, വെറും അരമണിക്കൂർ കൊണ്ടാണ് 10 ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ അടിച്ചിട്ടത്. കഴിഞ്ഞ ദിവസം എയർഫോഴ്സിൻ്റെ ചീഫ് തന്നെ പറഞ്ഞില്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഫുൾ അതിൻ്റെ ഒരു ബ്രീഫിംഗ് നടത്തുമ്പോൾ വെറും അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ 10 ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ട്. അതായത് 5 F-16ഉം 5 JF-17. F-16 അറിയാം, അമേരിക്കയുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റാണ്. JF-17 എന്ന് പറഞ്ഞാൽ ചൈനയുടെ സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളിപ്പാട്ടത്തിൻ്റെ വില മാത്രമേ നമുക്കുള്ളൂ. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്. തൽമൂലം എന്താണ്, ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന ചൈനയും അമേരിക്കയും ഫ്രാൻസൊക്കെ കൈയടത്തി വെച്ചിരിക്കുന്ന ലോക ആയുധ മാർക്കറ്റിലേക്ക് വലിയൊരു പ്ലെയറായിട്ട് ഇന്ത്യ കടന്നു വരികയാണെന്ന് വെച്ചാൽ ഇതിനുശേഷം ഈ മാർക്കറ്റിൽ ഈ വെപ്പൺസിനൊക്കെ വലിയ രീതിയിൽ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ കാര്യം തുർക്കി ഇപ്പോൾ അമേരിക്ക അറിയിച്ച കാര്യം സത്യമാണെങ്കിൽ, അതായത് അവരുടെ C-130 എന്ന് പറയുന്ന മിലിറ്ററി എയർക്രാഫ്റ്റ് അടിച്ചിട്ടത് ഇന്ത്യ ഉപയോഗിച്ചത് ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നില്ല, ആ ഒരു ഇത് സത്യമാണെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ, അതായത് ഇസ്രയേലിനെ പോലും കടപിടിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നേറി എന്ന് വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു, ഈ ഗസ സിറ്റി മൊത്തം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ വലിയൊരു ആയുധ ഫാക്ടറി വരുന്നുണ്ട്. അതായത് ഇസ്രയേൽ അവിടെ വലിയൊരു ആയുധം നിർമ്മിക്കുന്ന ന്യൂജൻ ആയുധങ്ങൾ, അതായത് ഇപ്പോൾ കാണുന്ന വെടിക്കോപ്പുകൾ ഇതൊന്നും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. ഫുൾ ന്യൂജൻ ടെക്നോളജി, അതായത് ഫുൾ ലേസർ റിലേറ്റഡ് അത്തരം അത്യാധുനികമായ സംഭവങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലോകത്തോട് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ ഇന്ത്യ കളത്തിലിറക്കിയെങ്കിൽ ഇന്ത്യ ഒരു കാര്യം എഴുതി വെച്ചോ, ലോക ആയുധ മാർക്കറ്റ് ശരിക്കും ഇന്ത്യയുടെ വരുതിയിലാക്കാൻ പോകുന്ന വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് ഇസ്രയേൽ അത് പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അതിന് മുന്നേ ഇന്ത്യ ലേസർ വെപ്പൺസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇത്രയും ദൂരത്തിൽ പോകുന്ന ലേസർ പോലും ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെയൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റുന്നതായ വിമാനമാണ് C-130. അതിന് ഇന്ത്യയാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഈ വെപ്പൺ മാർക്കറ്റ് ഇവന്മാരെ ശരിക്കും അങ്ങ് റീപ്ലേസ് ചെയ്യും. അമേരിക്കയും ചൈനയൊക്കെ ശരിക്കും റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യ വലിയൊരു പ്ലെയറായി തന്നെ മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തിനായാലും ഈ അസർബൈജാൻ ജോർജിയ ബോർഡറിൽ തകർന്നു വീണ ടർക്കിഷ് വിമാനം, അതായത് ഇന്ത്യ ഓങ്ങി വെച്ചതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ തുർക്കിക്ക് ഒരു നല്ല പണി കൊടുക്കാൻ ഇന്ത്യ ഓങ്ങി വെച്ചതാണ്. എന്തിനാണ് നല്ല കാര്യം. ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അഭിമാനം കൊള്ളുന്നൊരു നിമിഷമാണ് അത്. അമേരിക്കയിൽ തന്നെ ഏറ്റവും ഫേമസ് കമ്പനിയാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റ്, ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ മെയിൻ എല്ലാ പാർട്സും നിർമ്മിക്കുന്ന ഒരു കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു കമ്പനിയുടെ ഐക്കോണിക് പ്രോഡക്റ്റായ C-130 എന്ന് പറയുന്ന ഒരു ഫൈറ്റർ വിമാനം, ഒരു മിലിറ്ററി പ്ലെയിൻ ഇന്ത്യ ലേസർ ഇത് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ലേസർ ഉപയോഗിച്ചിട്ട് അർമേനിയൻ മണ്ണിൽ നിന്ന് അവർ അടിച്ചിട്ടുണ്ടെങ്കിൽ
അത് വലിയൊരു സംഭവം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഹൈ ആയിരിക്കും, ഒരു രക്ഷയില്ല. അതായത് ഇന്ത്യ ആരെങ്കിലും ഓങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 8ൻ്റെ അല്ല 64ൻ്റെ പണി കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തിനായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരട്ടെ. അപ്പോൾ ലോകം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യ എന്താ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കട്ടെ. അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.